അത് ജനം തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പിഴവല്ല. പൊളിയും. സംശയം എന്താണ്? ജനത്തെ പഴിക്കാവോ? ജനത്തെയാണോ പഴിക്കേണ്ടത്? ആ ടിവിയുടെ ഓളിയൊന്ന് കൂട്ടിയരാ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ വെള്ളാപ്പള്ളിയെ LDFന്റെ പ്രതീകമായി വലതുപക്ഷം ശക്തമായി അവതരിപ്പിച്ചു. സാർ ഇത്രയും ഭീകരനായ സാറ് പിന്നെ എന്നാത്തിനാ സാർ ഈ നിരപരാധിയെ എന്നെ പിടിച്ചു വെച്ചേക്കുന്നത്? ഞാൻ പിടിച്ചു വെക്കും. എന്തിനാ? സ്റ്റേഷനിൽ കൊണ്ടുപോയി സർബത്ത് പിടിയും. എന്നിട്ട് അവിടെയുള്ള കള്ളക്കേസെല്ലാം നിന്റെ തലയിൽ കെട്ടിവെക്കും. നീ ആരാണ് ചോദിക്കാൻ? മാധ്യമങ്ങൾ ശക്തമായി അവതരിപ്പിച്ചു. വിടില്ല ഞാൻ പറയണ്ട, വിടില്ല ഞാൻ. അതിനർത്ഥം വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ് കേരളത്തിൽ ഈ വർഗീയതയുടെ ഈ പറയുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ ഇളക്കി വിട്ടത് എന്നാണോ? അതിനൊന്നും ഇല്ലേ? മതമാണ് പ്രശ്നം. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. 10 കൊല്ലം നഷ്ടപ്പെട്ടു പോയ അധികാരം പിടിച്ച് ഞങ്ങളുടെ സമുദായത്തിന് കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്കെന്തിനാ ഇറങ്ങണത്? ഇത് നമ്മുടെ ഒരു വയറ്റിപ്പിഴപ്പല്ലേ? ഇത് സ്വർഗത്തിലേക്കുള്ള നേരിട്ടുള്ള കോണിയാണെന്ന് ആരാ പ്രസംഗിച്ചത്? കേറി വരാൻ ആ പെട്ടി കൊണ്ടൊക്കെ അവിടെ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് ആ കയറി ചാടിപ്പിടി. നിങ്ങളാരും കേട്ടിട്ടില്ലേ? ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ബന്ധമില്ലേ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്താ വർഗീയ പ്രസ്താവന നടത്തിയത്? വർഗീയത ഇല്ലെന്ന് പറഞ്ഞുകൂടാ. ഞങ്ങളുടെ കൂടെ ചേർന്ന ശേഷം അവരിൽ യാതൊരു വർഗീയതയും ഞാൻ കണ്ടിട്ടില്ല. അല്പസ്വല്പം കോഴി ബിരിയാണി കഴിക്കുന്നത് വർഗീയതയാണോ എന്ന് ഞാൻ വെല്ലുവിളിക്കാൻ. SIR നടപ്പാക്കുന്ന പിണറായി വിജയൻ മോദിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞവരല്ലേ ലീഗ്? ഞാൻ പറഞ്ഞില്ല, നീ പറഞ്ഞു. അപ്പൊ ഏകപക്ഷീയമല്ല. അതിന്റെ ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോട് ഞങ്ങൾ നടത്തേണ്ട പ്രതികരണം കുറെ കൂടെ കർശനമാകേണ്ടതായിരുന്നു എന്ന വിമർശനം ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളെക്കുറിച്ച് അച്ചടക്കമുള്ള ജോലിക്കാരനെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം. എന്തെല്ലാം നുണകളാണ്, അപവാദങ്ങളാണ് ഈ പിണറായി വിജയനെ കുറിച്ചും ആ ഭരണകാലത്തെക്കുറിച്ചും നമ്മൾ കേട്ടത്. നമ്മൾ എന്തെല്ലാം കേട്ടു? ഇതെല്ലാം ആളുകൾക്ക് മനസ്സിലായിട്ടില്ലേ? കേട്ടോ സത്യം. അപ്പം ഞങ്ങളെക്കുറിച്ച് ഉണ്ടാക്കുന്ന ആഖ്യാനങ്ങൾ, നുണകൾ, ഈ നുണകളുടെ ഒക്കെ മേലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. ശശിയെ എന്നാണ് ഈ പറയുന്നത്? അത് ജനം തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പിഴവല്ല. കൂടെ പൊളിയും. സംശയം എന്താണ്? അതെ, 102 സീറ്റ് എന്ന് പറയുന്ന LDF അതിന്റെ ചരിത്രത്തിൽ നേരിടാത്ത കനത്ത പരാജയത്തിൽ കുറ്റം മുഴുവൻ ജനങ്ങളുടെ മണ്ടയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണോ? പിന്നെയും ആ പരാജയ കുഴിയിൽ കിടന്ന് കൈകാലിട്ടടിക്കുകയാണോ ശ്രീ കേൾകുമാർ? ജനത്തെ പഴിക്കാവോ? ജനത്തെയാണോ പഴിക്കേണ്ടത്? ഇത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ജനവിധി. ഞങ്ങൾക്കെതിരായി ഉണ്ടാക്കിയ വെറുപ്പ് നിർമ്മിക്കപ്പെട്ടതാണ്. ആ നിർമ്മിക്കപ്പെട്ട വെറുപ്പ് ഇപ്പം മാറും. കാരണം ആളുകളുടെ ജീവിതാനുഭവം വന്നില്ലേ? ജീവിതാനുഭവം വരുമ്പോൾ വെറുപ്പ് മാറും. അതുകൊണ്ട് ഞങ്ങൾ കൈകാലിട്ടടിക്കുകയല്ല. 10 കൊല്ലം ഞങ്ങളെ ഏൽപ്പിച്ചു, ഞങ്ങൾ നന്നായി ഭരിച്ചു. ഇനി ഞങ്ങൾ പ്രതിപക്ഷത്താണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യ മുന്നണി പോയി നിൽക്കുന്നതേ കോൺഗ്രസിലൂടെ മോക്ഷം കിട്ടുമെന്ന് കരുതിയിട്ടല്ല. BJPക്കെതിരെ പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാകും, പൊളിക്കും ഞങ്ങൾ. ഇനി BJP ഇന്ത്യ ഭരിക്കാൻ സമ്മതിക്കത്തില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകുമോ? ചേട്ടനെ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ ഞങ്ങളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നാണ് അനിൽകുമാർ പറയുന്നത്. ഇപ്പൊ പോലീസ് പോലും കണ്ടാ തിരിച്ചറിയില്ല. അണ്ണാടി നോക്കി ഞാൻ തന്നെ എന്നോട് ചോദിച്ചു ഞാൻ ആരാണെന്ന്. ഞങ്ങൾ പെൻഷൻ കൊടുത്തു, ഞങ്ങൾ പട്ടയം കൊടുത്തു. പക്ഷെ നന്ദിയില്ലാത്ത ബ്ലഡി ഫെല്ലോസ് ആയ ജനങ്ങൾ അതൊന്നും തിരിച്ചറിയാതെ ഞങ്ങളെ ചതിച്ചു. ജനങ്ങൾക്കാണ് കുറ്റം. ഇതെല്ലാ കാലത്തും CPM പറയുന്നതല്ലേ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കടാ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം. ജനങ്ങളെ നിങ്ങളായാലും ഞങ്ങളായാലും അത് ബഹുമാനിച്ചിട്ട് തിരിച്ചടി ഉണ്ടാവും. തെറ്റിതിരുത്തി ഒരുപക്ഷെ സംഘടനാ സംവിധാനം ശക്തമാക്കി CPM കേഡർ പ്രതിപക്ഷ നിലയിൽ തെരുവിലിറങ്ങിയ ശ്രീ കേൾകുമാർ പറയുന്നത് പോലെയാണ്. അതിന് കുറച്ച് കരുത്ത് കൂടും. ശ്രീ ശ്യാംരാജ്, അതെ, ഈ കളർ എനിക്കിട്ടാണോ നിനക്കിട്ടാണോ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ശരിയാണ്, കരുത്ത് കൂടിയവരിപ്പോ ജയിലിൽ കിടപ്പുണ്ടല്ലോ കുറെ പേര്. മക്കളെ യതീന്ദ്ര, നേരത്തെ പരിചയപ്പെടാൻ പറ്റിയില്ല. എന്റെ പേര് മാഹി. കരുത്ത് കൂടിയവര് ഇവർക്കെന്താ അറിയോ ഹാഷ്മി, ഇവർ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്. ഇവരുടെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, പഴയ ദേശാഭിമാന യുഗത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്ത് മറ്റേ വായ പോയ കൊടാലി പോലെ ഇവിടെ വന്നിരുന്നിട്ട് എന്തും വിളിച്ചു പറയുന്നതിനപ്പുറത്തേക്ക് ഇതൊന്നും യാഥാർത്ഥ്യമായിട്ട് വല്ല ബന്ധമുള്ളത് ഈ കാലഘട്ടത്തിനോ ചേരുന്നതല്ല. ഞാനിതിന്റെ വിദഗ്ധനല്ല. എങ്കിൽ ഞാനൊരു വിദഗ്ധനാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി വരെ അങ്ങനെയാണ്. ഈ കാലഘട്ടത്തിന് ചേരുന്നതല്ല. അതാണ് ഇവരെ ഈ രാജ്യത്ത് നിന്ന് തന്നെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയിട്ട് ഇപ്പോൾ അവസാനത്തെ ഈ രാജ്യത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി തീർന്നല്ലോ. അതോടുകൂടി അവരുടെ പരിപാടിയും തീർന്നിരിക്കുകയാണ്. ആശ്വാസമായി.
ഇവര് തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ കണ്ട്. കഴിഞ്ഞ ദിവസം ഇഡിയുടെ വാഹനം ആക്രമിക്കുന്നു, അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു, ഇപ്പൊ ജയിലിൽ പോയി കിടന്നു, ഇപ്പൊ ഒരു പ്രശ്നമില്ലല്ലോ. കഴിഞ്ഞ ദിവസം പോലീസ് അവരെ കൊണ്ട് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് വന്നു. ആദ്യം ഇഡി അവിടെ ഈ മുഖ്യമന്ത്രിയുടെ അല്ല ഈ വീണയുടെ വീട്ടിൽ വന്ന സമയത്ത് സെർച്ചിങ്ങിന് വന്ന സമയത്ത് ഉണ്ടായിരുന്ന ആവേശം എന്തായിരുന്നു? ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ എമ്മാതിരി മുദ്രാവാക്യം വിളിയായിരുന്നു. പറ്റിപ്പോയടാ, വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ. ഇപ്പൊ പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോ ഒരു നേതാവും ഇല്ലല്ലോ. ചെറുപ്പക്കാർ ഏതൊക്കെയൊക്കെ എനിക്ക് തോന്നുന്നു SFIയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കം ജയിലിൽ പോയി. ഇനി അവൻ പുറത്തിറങ്ങണമെങ്കിൽ 1-2 കൊല്ലങ്ങൾ കഴിയും. കളിയാക്കണ്ട, ഇങ്ങനെ വെയിൽ കൊണ്ട് കോലം കടയേണ്ട ആളല്ല ഞാൻ. അങ്ങ് ദുബായിൽ ഷെയ്ക്കിന്റെ അണ്ടറിൽ കഴിയേണ്ടവനാ. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ ഇഡിക്കെതിരെയുള്ള ആക്രമണം എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ സിസ്റ്റത്തിനെതിരെയുള്ള ആക്രമണം എന്നാണ്. പക്ഷെ ഇതൊന്നും ഇവർക്ക് അറിയില്ല എന്ന്. അതല്ല ഉദ്ദേശം. ഇവർക്ക് ഈ രാജ്യത്തിന്റെ സിസ്റ്റം എന്താണ്, ED എന്താണ്, CBI എന്താണെന്നൊന്നും ഈ കേരളത്തിനപ്പുറത്തേക്ക് പോവാത്തത് കൊണ്ടും ബംഗാളിലും ത്രിപുരയിലും ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് അറിയില്ല. അതിനപ്പുറത്തേക്ക് ഇവർ തെരുവിലിറങ്ങിയെന്നും പറഞ്ഞ ആർക്കും ഒരു പ്രശ്നമൊന്നും ഇല്ല. അതൊക്കെ ഇവരുടെ തെറ്റിദ്ധാരണയാണ്. ഇവർക്ക് തെരുവിലിറങ്ങിയിട്ട് കുറച്ച് അലമ്പുണ്ടാക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. അതും ഇനി ആളെ കിട്ടുമെന്നുള്ള സംശയം. കോട്ടയത്ത് ഇവർ DYFIയുടെ സമരം നടത്തി. ED വിഷയത്തിൽ കോട്ടയത്തിലെ DYFIയുടെ സമരം നടത്തിയിട്ട് ആളില്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ മാധ്യമങ്ങളാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇവരുടെ സമരം എന്ന് പറയുന്നത്. പിന്നെ ഇവർ ഈ കാവ്യവൽക്കരണത്തെ ഇവരെന്തൊക്കെ ചെയ്യൂ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ഈ കൊളക്കോഴി മലന്ന് കിടക്കുന്നത് ആകാശം താഴേക്ക് ഇടിഞ്ഞു വീണെങ്കിൽ തടയാനാന്ന് പറയുന്നത്. അങ്ങനെ കൊളക്കോടിയുടെ മനസ്സൊന്നുമായിട്ട് ഈ CPMന്റെ പ്രതിനിധിയും വന്നിട്ട് ചർച്ചയ്ക്ക് ഇരിക്കരുത്. നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂലെന്ന്. ഞങ്ങൾ ഈ രാജ്യത്ത് 10-21 സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങളുടെ അലയൻസ് കൂടെ കൂടിയിട്ട് ഈ രാജ്യത്തിന് 80% ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഈ രാജ്യം ഭരിക്കുന്ന, ഈ രാജ്യത്തിന്റെ 80% വരുന്ന ഏരിയയിൽ മുഖ്യമന്ത്രിമാരുള്ള ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ സെനറ്റിൽ മാത്രമൊന്നും അല്ലതേ, അങ്ങ് പാർലമെന്റിലൊക്കെ ഞങ്ങളുടെ ആളുകളുണ്ടെങ്കിൽ അത് ഇനിയും ഉണ്ടാവുന്നേ. ഈ രാജ്യത്തിൽ ഒരു സംസ്ഥാനത്ത് പോലും ഒരു സംവിധാനം ഇല്ലാത്ത ഒരു വെറും 4 MP മാത്രമുള്ള, വിരലിലുണ്ടാവുന്ന MLA മാത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ടൊരു ചുക്കും ചുണ്ണാമ്പ് ഞങ്ങളെ ചെയ്യാൻ പറ്റൂല എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിക്കോ. ഇതൊക്കെ വെറുതെ ഈ കുളക്കോഴിയുടെ സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുക മാത്രമേ ഉള്ളൂ. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്ന നടത്തുന്ന അവരേതാണ്ട് മതേതരത്വത്തിന്റെ മാടപ്രാവുകളാണെന്ന് നോക്കൂ. ഇവിടെ ഇലക്ഷന് തൊട്ട് മുമ്പ് ഇവരുടെ പൂക്കി മുഖ്യമന്ത്രി എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി പറയുന്നു അവർ മതരാജ്യം സ്വപ്നം കാണുന്നവരാണ്, അവർ മതേതരത്വത്തെ പാലിക്കുന്നവരല്ല. മതേതരത്വം എന്ന് പറയുന്നത് ഈ നമ്മുടെ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള രോഗമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുമ്പോൾ VD സതീശൻ പറയാണ് അല്ലല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ മതേതര സംഘടന എവിടെ നിന്നൊക്കെ കള്ളിയില്ലാതായോ. ഏത് മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശില് 100 കണക്കിന് വരുന്ന ഹിന്ദുക്കളെ വീടുകളിൽ നിന്ന് അടിച്ചോടിച്ച് അവരുടെ വീടുകൾക്ക് തീയിട്ട, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊന്നുകളഞ്ഞിട്ടുള്ള ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് കേരളത്തിലെ നമ്മുടെ നിലവിലെ മുഖ്യമന്ത്രി. പറഞ്ഞത് അടുത്ത 2-1 തന്നെയല്ലേ? അല്ല 2-2. അല്ലെങ്കിൽ ഹാഷ്മിക്ക് തിരുത്താൻ കേട്ടോ, എന്റെ അറിവ് 2-1 തന്നെയാണ്. എന്തായാലും എന്റെ അറിവിൽ 2 ആയിക്കോട്ടെ. എന്തായാലും അവര് മതരാജ്യം സ്വപ്നം കാണുന്നവരാണല്ലോ, മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കാത്തവരാണല്ലോ, അതിന് സംശയമൊന്നുമില്ല ഹാഷ്മിക്ക്. ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ജമാഅത്തെ ഇസ്ലാമി മതേതരമാണെന്ന് എങ്ങനെയാ പറയാ VD സതീശൻ? ഇനി തടികൊണ്ട് ഒരു പ്രയോജനമില്ല. ഇനി KM ഷാജി എന്താ പറഞ്ഞത്? കഴിഞ്ഞ 10 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലത്തേക്ക് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനാണ് UDF ഭരണത്തിൽ വരുന്നതെന്ന് പറഞ്ഞ KM ഷാജി അല്ലേ? അദ്ദേഹം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മന്ത്രിയല്ലേ? ആ കോൺഗ്രസിന്റെ പ്രതിനിധി വന്നിട്ട് മതേതരത്വത്തൊക്കെ പറയാം. എന്ത് നാണക്കേടാന്ന് ആലോചിച്ച് നോക്ക്. മതത്തിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടായിട്ട് ആ പാർട്ടിയെ സ്വന്തം മുന്നണിയിൽ ഉൾപ്പെടുത്തിയിട്ട് ആ പാർട്ടിയുടെ നേതാക്കന്മാർ പച്ചയ്ക്ക് മതം പറയുന്ന പ്രസ്ഥാനം മുസ്ലിം ലീഗ് കൂടെ ഉണ്ടായിട്ടും മതേതരത്വം എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ചില്ലറ എളുപ്പമൊന്നും പോരാ. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തൽക്കാലം ഇത്രയും മതി. വരട്ടെ.